ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പറയുന്നു ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കുമെന്ന്. നെതന്യാഹു തീർത്തു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കില്ല എന്ന്. അപ്പോഴും ഫ്രാൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഈ പ്രശ്നമെല്ലാം തീർന്നതിന് ശേഷമായിരിക്കും എംബസി തുടങ്ങുക എന്ന്. അപ്പോൾ പ്രശ്നം തീർക്കണോ വേണ്ടയോ എന്ന് ഇസ്രായേലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ടു കൂട്ടരുടെയും നിലപാടുകളെ അങ്ങ് കാണുന്നത്? അതീവ സങ്കീർണമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പലസ്തീൻ വിഷയം നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു പലസ്തീൻ അനുകൂല ഒരു അന്തരീക്ഷം സംജാതമാക്കുന്നതിന് പലസ്തീൻ വാദികളായ രാജ്യങ്ങൾ കഴിയുന്നുണ്ട്. കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ 193ഓളം രാജ്യങ്ങളിൽ 148 രാജ്യങ്ങൾ ഒഫീഷ്യലി പലസ്തീൻ കോസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UN വോട്ടെടുപ്പിലും ഈ രാജ്യങ്ങൾ അതിനോടൊപ്പം തന്നെയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ നിലപാടിൽ തന്നെയാണ്. അതേസമയം കൂടുതൽ രാജ്യങ്ങൾ ആ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റിലേക്ക് കടന്നു വരുന്നു. അതേസമയം അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങൾ മാത്രമേ ഒരു കാരണവശാലും പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കേണ്ട സമയമായിട്ടില്ല എന്ന് പറയുന്നുള്ളൂ. അതിനർത്ഥം ഒരു നിയർ കൺസെൻസസ്, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു നിയർ കൺസെൻസസ് ഇക്കാര്യത്തിൽ ഉണ്ട്. പക്ഷെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജനറൽ അസംബ്ലിയിൽ ലഭിക്കുന്ന ഒരു പിന്തുണ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരുപക്ഷെ ഗുണമായി വരണമെന്നില്ല. സെക്യൂരിറ്റി കൗൺസിലിലെ അംഗസംഖ്യ 15 ആണെങ്കിലും 14 രാജ്യങ്ങളും പലസ്തീൻ അനുകൂല നിലപാടാണ്. പക്ഷേ വീറ്റോ അധികാരമുള്ള അമേരിക്കയുടെ തീരുമാനം നിർണായകമാവുകയാണ്. അതുകൊണ്ട് സെക്യൂരിറ്റി കൗൺസിലിന് മാത്രമേ ഒരു നടപടിയിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. അതാണ് ഒരു കാര്യം. പിന്നെ യഥാർത്ഥത്തിൽ ഇത് കേവലം അക്കാദമികം മാത്രമാണ്. എക്കാലത്തും പലസ്തീൻ കോസിന് വേണ്ടി രാജ്യങ്ങൾ മുന്നിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇത് കൂടുതൽ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം അമേരിക്കൻ ചേരി അല്ലെങ്കിൽ പാശ്ചാത്യ ചേരി, അതും അല്ല എങ്കിൽ നെയ്റ്റോ സഖ്യ രാജ്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും മാറി ചിന്തിക്കുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയുക. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് നിലപാട്. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KR സ്റ്റാമറും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും ബ്രിട്ടന്റെ നിലപാട് കടുപ്പിച്ചു പറയുകയാണ്. അമേരിക്ക എടുക്കുന്ന നിലപാടിനോടൊപ്പമല്ല ഈ വിഷയത്തിലെങ്കിലും ഇപ്പോഴത്തെ ബ്രിട്ടന്റെ നിലപാട്. ലിബറൽ പാർട്ടി ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോൾ വളരെ വ്യക്തമാണ്. പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ബ്രിട്ടൻ അംഗീകരിച്ചിരിക്കുന്നു. തത്വത്തിലാണ് അംഗീകരിക്കുന്നത്. ഒരു ഭൂമി, കൃത്യമായ അതിർവരമ്പുകളുള്ള ഭൂമിയില്ല. ഒരു ജനത ചിതറി നിൽക്കുന്നു. അത് മാത്രമല്ല, ഗവൺമെന്റ് പേരിന് വേണ്ടി മാത്രമേ പലസ്തീൻ അതോറിറ്റി എന്ന രൂപത്തിലുള്ളൂ. ഹമാസിന്റെ ഗവൺമെന്റ് വെസ്റ്റ് ബാങ്കിൽ അല്ലെങ്കിൽ ഗാസയിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നതൊരു സങ്കല്പം മാത്രമാണ്. പരമാധികാരം ഇല്ല. അതുകൊണ്ട് രാജ്യം എന്ന നിലയിൽ പാലസ്തീൻ എന്നത് ഇപ്പോഴും ഒരു ഭൗതികമായ അസ്തിത്വം അല്ല എന്നോർക്കണം. അതൊരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ അംഗീകരിച്ചിരിക്കുന്നു ബ്രിട്ടൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത്, വിദേശകാര്യമന്ത്രി ലാമി ഉൾപ്പെടെ പറയുന്നത്, ചരിത്രത്തിന്റെ ഒരു നിയോഗമായി ബ്രിട്ടൻ അതിനെ കാണുന്നു. കാരണം ബാൽഫോർ ഡിക്ലറേഷൻ 1917 ബാൽഫോർ ഡിക്ലറേഷനാണ് ഇസ്രായേൽ എന്ന ആശയത്തിന് വിത്തുപാക്കിയതും അതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയതും. പിന്നീട് ബ്രിട്ടീഷ് മാൻഡേറ്റിൽ 2ാം ലോകമഹായുദ്ധ കാലത്തിന് ശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയി മധ്യപൗരസ്ത്യ പ്രദേശത്തെ പലസ്തീൻ ഉൾപ്പെടുന്ന ഇസ്രായേൽ ഉൾപ്പെടുന്ന പ്രദേശം മാറിയപ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള പ്രദേശം, അവിടെ പലസ്തീൻ എന്ന രാജ്യവും ഇസ്രായേൽ എന്ന രാജ്യവും 45% ഭൂമി പലസ്തീനും 55% ഭൂമി ഇസ്രായേലിനും, ജൂതരാഷ്ട്രത്തിനും അറബി പലസ്തീൻ രാഷ്ട്രത്തിനും ഒരുപോലെ വസിക്കാവുന്ന ഇടമായി പദ്ധതി കൊണ്ടുവന്നു ഐക്യരാഷ്ട്ര സംഘടന. പക്ഷേ അത് നടപ്പാക്കിയെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. ഒറ്റ രാജ്യം മാത്രമേ നിലവിൽ വന്നുള്ളൂ, അത് ഇസ്രായേലാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് സാധിക്കാതെ പോയത്, വൈകിയെങ്കിലും ഒരു ബാൽഫോർ ഡിക്ലറേഷന് ശേഷം 108 സംവത്സരങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴെങ്കിലും അതിന് സാധിക്കുന്നു എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. അതുകൊണ്ട് വൈകി വന്ന കാവ്യനീതി എന്ന് വേണമെങ്കിൽ ബ്രിട്ടീഷ് നിലപാടിനെ കാണാം. അതേസമയം ഫ്രഞ്ചുകാർ പറയുന്നതും അതേ രീതിയിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം പലസ്തീൻ മണ്ണിൽ അല്ലെങ്കിൽ ഗാസയുടെ മണ്ണിൽ നടക്കുന്നു എന്ന് ഫ്രാൻസ് കരുതുന്നു. 2 രീതിയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിസ്മരിച്ചുകൂടാ. കാരണം ഹമാസിന്റെ കിരാതമായ ആക്രമണം ഒക്ടോബർ 7, 2023 സംഭവിക്കുന്നു. അതിനുള്ള റിയാക്ഷൻ, ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് ഇസ്രായേലിന്റെ 2 വർഷത്തോളമായി തുടരുന്ന അതിഗംഭീരമായ, അതിശക്തമായ ആക്രമണം. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഗാസ സിറ്റി അവശേഷിക്കുന്ന ഹമാസിന്റെ ഒറ്റപ്പെട്ട ദുരിതം, ഏതാണ്ട് 4000-5000 ഹമാസ് പോരാളികൾ മാത്രം അവശേഷിക്കുന്നു എന്ന് ഇസ്രായേൽ കരുതുന്ന ഗാസ സിറ്റിക്ക് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിന് മധ്യയാണ് ഇസ്രായേൽ ഇപ്പോൾ.
അപ്പൊ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ കൊടുത്ത അൾട്ടിമേറ്റത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, അതുപോലെ കാനഡ, പോർച്ചുഗൽ ഈ രാജ്യങ്ങളെല്ലാം കഴിഞ്ഞ 2 ദിവസങ്ങളായി പാലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി, ന്യൂയോർക്കിൽ കൂടുന്ന 80ാമത്തെ ജനറൽ അസംബ്ലി മീറ്റിംഗിലും ഏതാണ്ട് ഇതേ നിലപാടിലേക്കാണ് ഈ രാജ്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക മനസ്സാക്ഷി പലസ്തീനിയൻ കോസിന് വേണ്ടി ഉണരുന്നു എന്ന് പൊതുവെ കരുതാം. പക്ഷേ യഥാർത്ഥത്തിൽ യാതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എന്റെ പക്ഷം. കാരണം ഇസ്രയേൽ എന്ന രാജ്യം ഇങ്ങനെ ഒരു സങ്കല്പത്തെ അംഗീകരിക്കുന്നതേയില്ല. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വിഘാതമാകാൻ സാധ്യതയുള്ള പാലസ്തീൻ എന്ന രാജ്യം ഒരു തീവ്രവാദ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഇസ്രയേൽ ഇപ്പോൾ അനുഭവിക്കുന്ന സുരക്ഷ പോലും ഇല്ലാതെയാവുന്ന ഒരു അന്തരീക്ഷം ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് വെസ്റ്റ് ബാങ്കിൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പാലസ്തീൻ രാഷ്ട്രവും ഉണ്ടാകാൻ പോകുന്നില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഈ പ്രദേശത്ത് വാഗ്ദത്ത ഭൂമിയിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയതായി കരുതപ്പെടുന്ന വാഗ്ദത്ത ഭൂമിയിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം അനുഭവിക്കുന്ന പ്രശ്നമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കയുടെ നീക്കങ്ങൾ. അതുകൊണ്ടാണ് അത്ര എളുപ്പമല്ല. ലോകരാജ്യങ്ങൾ എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് തോന്നാമെങ്കിലും അത്ര എളുപ്പം ക്ഷിപ്രസാധ്യമായി നടപ്പാക്കിയെടുക്കാവുന്ന ഒരു കാര്യമല്ല സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ. ഓക്കെ, ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പം എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള നിലപാടുകളൊക്കെ അറിയിക്കുന്നു, അതുപോലെ ഇസ്രായേൽ അവരുടെ എതിർപ്പ് അറിയിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയ സാഹചര്യത്തിൽ ഇപ്പോഴും വിട്ടുകിട്ടാത്ത ബന്ദികളുടെ കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയല്ലേ? ശരിക്കും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ നീണ്ടുപോകുമല്ലേ? ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഈ ബന്ദികളെ വിട്ടുകിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ മുന്നിൽ കാണാൻ പറ്റുമോ? കാര്യമായ പ്രതീക്ഷകളൊന്നും ഈ ഘട്ടത്തിലില്ല. ഒരു വെടിനിർത്തൽ സാധ്യമാകാതെ ഹമാസ് തങ്ങളുടെ കൈവശമുള്ള ജീവനോടെ ഉണ്ട് എന്ന് ഇപ്പോൾ കരുതുന്ന 20-ൽ പരം ബന്ദികൾ, 50 ബന്ദികളോളമാണ് കാണാനുള്ളത്. അതിൽ 30 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇസ്രയേലിന്റെ ഇൻഡിപെൻഡന്റ് നിഗമനം. അങ്ങനെയെങ്കിൽ 20ഓളം ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാവാം. അവ കൈമാറപ്പെടണമെങ്കിൽ അതാണ് ഹമാസിന്റെ ഒരു ബലം. ഇസ്രയേലുമായി ഏതെങ്കിലും രീതിയിൽ ബലപേശണമെങ്കിൽ ബന്ദികളെ വെച്ചുകൊണ്ട് മാത്രമേ വിലപേശാൻ പറ്റൂ. അത് തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. എന്നിരുന്നാലും അത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള പോംവഴി. ആ പോംവഴി ഏതാണ്ട് പൂർണ്ണമായി അടയ്ക്കുന്ന രീതിയിലാണ് ഇസ്രയേലിന്റെ ആക്രമണം. ഫൈനൽ പുഷ്. ഏതായാലും ബന്ദികളെ കിട്ടാനുള്ള സാധ്യത കുറവാണ്, ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമായ ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക എന്ന പദ്ധതിയിലേക്ക് ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നു. എൻഡ് ഗെയിം പൊളിറ്റിക്സ് ഇതിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഫൈനൽ പുഷാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മധ്യസ്ഥതയും ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മധ്യസ്ഥ രാഷ്ട്രമായി കടന്നു വന്ന ഖത്തറിന്റെ മണ്ണിൽ ഹമാസിന്റെ പോരാളികൾ ക്യാമ്പ് ചെയ്യുമ്പോൾ ആ കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ മാസം മിസൈലുകൾ അയച്ചത് ഇസ്രായേൽ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയും സ്വീകാര്യമല്ല. ഈജിപ്തിന്റെ സൈന്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം സൈനികരാണ് സൈനായ് മരുഭൂമിയിൽ ഈ റഫ ക്രോസിംഗിനടുത്ത് ഈജിപ്ത് വിന്യസിച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം ഇസ്രായേലിനെ എതിർക്കുക എന്നുള്ളതായിരിക്കില്ല, മറിച്ച് വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഗാസയുടെ മണ്ണിൽ നിന്ന് ഈ ഈജിപ്തിലേക്ക് ഉണ്ടായാൽ അത് തടഞ്ഞു നിർത്തുക എന്ന ഒരു ചിന്തയും ഒരുപക്ഷെ ഈജിപ്തിനെ ഭരിക്കുന്നുണ്ടാകും. മാത്രമല്ല അറബി ലീഗ് കഴിഞ്ഞ ആഴ്ച എടുത്ത തീരുമാനം, അറബി ലീഗിന്റെ സമ്മേളനം, അറബി ഇസ്ലാമിക ഉച്ചകോടി കഴിഞ്ഞ ആഴ്ച നടന്നത് അത് ഖത്തറിന്റെ മണ്ണിലാണ്. ഖത്തറിന്റെ മണ്ണിൽ വെച്ച് അവർ പ്രതിജ്ഞ ചെയ്തു, എന്ത് വിധേനയും ഇസ്രായേലിനെ എതിർക്കുകയും പലസ്തീൻ പരമാധികാര രാജ്യം കരഗതമാവുകയും ചെയ്യുക എന്നൊരു പ്രതിജ്ഞ എടുത്തു. അതുകൊണ്ട് നെയ്റ്റോ ഒരുപക്ഷെ അറബി ലീഗ് സംഘടിക്കണം എന്ന ഒരു ചിന്ത, ആ ഒരു ചിന്ത നടപ്പാക്കാൻ ഉള്ള വൈദഗ്ധ്യമോ ശക്തിയോ ശേമുഷിയോ ഒന്നും തന്നെ ഇപ്പോഴത്തെ നിലയിൽ ഐക്യദാർഢ്യമോ ഒന്നും തന്നെ അറബി ലോകം ഇപ്പോൾ കാട്ടാനിടയില്ല. കാരണം അറബി ലോകം എപ്പോഴും വിഘടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറബ് യൂണിറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. പക്ഷെ അത് ഒരുപക്ഷെ കണ്ട് അറിയേണ്ട കാര്യമാണ്. കാരണം ഈ ഇസ്രായേലിനെ എതിർത്തത് എക്കാലത്തും അറബ് രാജ്യങ്ങളല്ലേ. സമീപ ഭൂതകാലത്തെ ഇറാനും മറ്റു മുസ്ലിം രാജ്യങ്ങളുമാണ് ഇസ്രായേലിനെ എതിർത്തത്. അറബ് രാജ്യങ്ങൾ അപ്പോഴും മാറി നിൽക്കുന്നു. കാരണം ഹമാസ് അറബ് രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യക്കും ഖത്തറിനും കുവൈറ്റിനും ഒമാനും ഒക്കെ തന്നെ ഒരു ബാധ്യതയാകുന്നു. അതുകൊണ്ട് അഭയാർത്ഥികളെ, പലസ്തീനിയൻ അഭയാർത്ഥികളെ കൈക്കൊള്ളാൻ, അവരെ സ്വീകരിക്കാൻ അറബ് രാജ്യങ്ങൾ വിമുഖത കാട്ടുന്ന ഈ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് അറബികൾ എന്തെങ്കിലും ചെയ്തു എന്ന് ലോകത്തോട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ ശക്തമായ ഒരു പോരാട്ട മുഖം തുറക്കുകയാണ്. അത് കൂടുതലും സായുധമായിട്ടല്ല, മറിച്ച്
വാഗ്ധോരണിയിലൂടെ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള ലോക സമിതികളിൽ കഠിനമായി ഇസ്രായേൽ വിരുദ്ധ നിലപാട്, പലസ്തീൻ അനുകൂല നിലപാട്, എന്തു വിധേനയും പലസ്തീൻ രാജ്യം സ്ഥാപിച്ചെടുക്കണം, അത് തങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഒരു പൊൻതൂവലായി എഴുതി ചേർക്കപ്പെടണം, തയ്ച്ചു ചേർക്കപ്പെടണം എന്ന ചിന്തയിലാണ് അറബി രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു പോരാട്ടത്തിന്റെ, അതായത് വാഗ്ധോരണി കൊണ്ടുള്ള പോരാട്ടത്തിന്റെ മുഖങ്ങളാണ് ഈ ആഴ്ച യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി ജനറൽ അസംബ്ലിയിൽ കാണാനുള്ള സാധ്യത. അതിനപ്പുറത്തായി യഥാർത്ഥ പലസ്തീനിയൻ രാഷ്ട്രം സാധ്യമാകണമെങ്കിൽ ഹമാസ്, ഇപ്പോഴത്തെ പലസ്തീനിന്റെ ചുമതലയുള്ള അൽഫത്ത പാർട്ടി, അതായത് മുഹമ്മൂദ് അബ്ബാസ്, അതാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭരണാധികാരി, പലസ്തീൻ അതോറിറ്റി, അതുപോലെ അവശേഷിക്കുന്ന ഒരു പക്ഷേ ഹമാസിന്റെ ഉൾപ്പെടെയുള്ള ഭരണകൂട സാധ്യതകൾ, അതുപോലെ വിവിധ കൾച്ചറൽ ഗ്രൂപ്പുകൾ, അറബി രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, അമേരിക്ക, എല്ലാവരും ചേർന്ന് ഒരു ധാരണയിലെത്തുകയും ഇസ്രായേൽ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുകയും പാലസ്തീൻ ജനതയും രാജ്യവും ഇസ്രായേൽ സ്വതന്ത്ര പരമാധികാര ജൂയിഷ് രാജ്യമായ ഇസ്രായേലിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്താലല്ലാതെ പലസ്തീൻ രാജ്യം സാധ്യമാകാൻ ഒരു സാധ്യതയുമില്ല. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്. ഡോക്ടർ മോഹൻ വർഗീസ്, അദ്ദേഹമാണ് നമ്മളുമായിട്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.